അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ കേരള കേന്ദ്ര സർക്കാരുകൾ പൂർണ്ണ പരാജയമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. തൃത്താല മണ്ഡലത്തിലെ കുമ്പിടിയിൽ UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. കേരള സർക്കാരുകൾ ഒരുപോലെയാണ് ജനത്തെ ദുരിതമനുഭവിക്കുന്ന നയങ്ങൾ നടപ്പാക്കി വരുന്നത്. പെട്രോളും പാചകവാത വിലയും വർദ്ധിപ്പിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിൽ ജനം പൊറുതിമുട്ടി. തൊഴിലില്ലായ്മ 10 മടങ്ങായി. മതനിരപേക്ഷതയും ജനക്ഷേമവും തകിടം മറിച്ചവരെ വീണ്ടും അധികാരത്തിൽ കയറ്റാതിരിക്കുവാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നടത്തുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു. മതേതര ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ വർദ്ധിച്ചു വരുന്ന ശുഭകരമായ വാർത്തകളാണ് തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കേൾക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവകാശം, സമ്മതിദാന അവകാശം, വോട്ടവകാശം ഇപ്പം രേഖപ്പെടുത്തണം. കോൺഗ്രസ് ജയിക്കൂല എന്നൊരു തോന്നൽ തുടക്കത്തിലുണ്ടായിരുന്നു, അത് പോയി. കോൺഗ്രസ് തന്നെ ജയിക്കും എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓൾ ഇന്ത്യ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്ന വിലയിരുത്തൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ടം പോളിംഗ് കഴിയുമ്പോഴേക്ക് ഇനി ബാക്കി സ്റ്റേറ്റിൻ്റെ കൂടുതൽ അനുകൂലമാവും. തമിഴ്നാട് ടോട്ടലി നമുക്ക് അനുകൂലമാണ്. കേരളം മലയാളം ചാനലുകൾ മുഴുവൻ നടത്തിയ സർവേയിൽ 1-2 സീറ്റിൽ മാത്രമേ മത്സരമുള്ളൂ, ബാക്കിയൊക്കെ UDF എന്ന് പറഞ്ഞു കഴിഞ്ഞു. കർണാടകയിലും തെലങ്കാനയിലും ആന്ധ്രയിലും അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ BJPക്ക് കാര്യമായ സീറ്റേ ഇല്ല. അതാണ് പ്രധാനമന്ത്രി വിരളി പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് വർത്തമാനം പറഞ്ഞ് പേടിപ്പിച്ച് ഒക്കെ പോണത്. ഉത്തരേന്ത്യയിലായിരുന്നു ആകെ ഓപ്പുണ്ടായിരുന്നു, അതും വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ UDF ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സലീം കൂടലൂർ അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, PA സലാം, സിദ്ദീഖ് രാങ്ങാട്ടൂർ, ഖദീജ നർഗീസ്, K മുഹമ്മദ്, P ബാലകൃഷ്ണൻ, PM അസീസ്, KP മുഹമ്മദ്, ബഷീർ കുമ്പിടി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു.